പണ്ട് ക്യുസാറ്റിൽ 23 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച മകൻ ബൈക്ക് ആക്സിഡന്റിലല്ല മരിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നു. ആളെ പറഞ്ഞു വിടട്ടെ. അവർ പറഞ്ഞു, അയ്യോ അവന് പുനർജന്മം കിട്ടിക്കോട്ടെ സാറേ, വേറെ ആരെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് അവൻ ജനിച്ചോട്ടെ. മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള അപകട മരണം, സൂയിസൈഡ് ചെയ്ത കേസുകൾ, ഇത്തരം കേസുകളാണ് പൊതുവെ ആത്മാവ് നിൽക്കാറുള്ളത്. എന്തിന് ഈ കപ്പൂച്ചിയൻ അച്ഛന്മാരും അതുപോലെ തന്നെ പ്രത്യേക വിഭാഗ അച്ഛന്മാരെ എക്സോറിസം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ തരാൻ പറ്റുമോ? ഏതാ ഈ പറഞ്ഞ സോള് സംസാരിക്കുന്നത്? അയ്യോ, അത് നമ്മൾ എന്താണെന്ന് വെച്ചാലേ, അത് ഒരു വ്യക്തിയുടെ ശബ്ദവും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കുക ആൾക്കാർ. ആത്മാവിനെ സന്വേഷിപ്പിക്കണമെങ്കിൽ അയാളുടെ ഒരു അസ്ഥികഷ്ണം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു മുടി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു നഖം കിട്ടിയാൽ മതി. അവരുടെ വീഡിയോ, ചുറ്റുമുള്ള വീഡിയോ തന്നാൽ എവിടെ എന്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് എൻ്റെ പെൻഡുലം വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ കൊടുത്ത വെള്ളമൊക്കെ തളിച്ച് കുഴിച്ചപ്പോൾ ഇത്ര ഉള്ളൊരു കുപ്പി കിട്ടി. ഈവൻ കുരിശ്, അമ്മ, കുഞ്ഞിന്റെ രൂപം, മൃഗങ്ങളുടെ രൂപം, അതായത് മുച്ചൂട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു മൃഗങ്ങൾ പോലും അവർ ജീവിച്ചിരിക്കാത്ത രീതിയിൽ ചെയ്തേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം, 40 തവണ മാരണം ചെയ്യുക, ശുദ്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻ യു ഇമാജിൻ? 71 വയസ്സുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു. പണ്ട് ക്യുസാറ്റിൽ 23 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച മകൻ ബൈക്ക് ആക്സിഡന്റിലല്ല മരിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നു ഈ കഴിഞ്ഞ ആഴ്ച. ആ സോളിനെ ഞാൻ വിളിച്ചു. അവനന്ന് 21 വയസ്സാണ്. അപ്പോൾ അവൻ പറയുന്നത് കൂട്ടുകാർ ചതിച്ചിട്ടാണ് അവൻ മരിച്ചതെന്ന് പറയുന്നത്, അല്ലാതെ അവൻ മനഃപൂർവ്വം പോയിട്ട് പറയാം. അതറിയിക്കാൻ വേണ്ടിയാണ് 23 വർഷം ഈ ഇവിടെ നിന്ന്, ആരെയും ദേഹത്തല്ല, അവനിങ്ങനെ ഭൂമിയിൽ ആ ഊർജ്ജതലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ക്രിസ്ത്യാനികളാണ്, ഞാൻ പറഞ്ഞു ആൻറ്റി എന്ത് ചെയ്യണം, ആളെ പറഞ്ഞു വിടട്ടെ. അവർ പറഞ്ഞു, അയ്യോ അവന് പുനർജന്മം കിട്ടിക്കോട്ടെ സാറേ, വേറെ ആരെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് അവൻ ജനിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാനത് നമുക്കതിനുള്ളൊരു ടെക്നിക്ക് അറിയാം. പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു, അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഇനി ഒരു പുനർജന്മം കിട്ടുമെന്ന്. ആദ്യം അംഗീകരിച്ചില്ല, പക്ഷേ പുനർജന്മം ഉണ്ടെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സോളിനെ തിരിച്ച് വേറൊരു ജന്മത്തിലേക്ക് കൊടുക്കാൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സനാതന ധർമ്മത്തിൽ ഇതിന് മാർഗങ്ങളുണ്ട് കേട്ടോ, പൂജയൊക്കെ ചെയ്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം പൂജകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അവിടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാലാഖമാരെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ പിന്നെ അത് യൂണിവേഴ്സിന്റെ തലത്തിലാണ്, നമ്മുടെ തലത്തിലല്ല. ഇത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഇത് ബാധിക്കപ്പെട്ട ആളുകൾ വരുമ്പോഴാണോ അവരുടെ കൂടെ ആത്മാക്കളുള്ളത് കാണാൻ പറ്റുന്നത്? മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള അപകട മരണം, സൂയിസൈഡ് ചെയ്ത കേസുകൾ, ഇത്തരം കേസുകളാണ് പൊതുവെ ആത്മാവ് നിൽക്കാറുള്ളത്. സ്വാഭാവിക മരണത്തിൽ ചിലർ നിൽക്കാറുണ്ട്, വളരെ റെയറാണ്. പക്ഷേ മാത്രമല്ല, ഈ മരിച്ച വ്യക്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ തൂങ്ങി മരിച്ച വ്യക്തിയുടെ അദ്ദേഹം മരിച്ചിട്ട് 2019 7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അച്ഛൻ വേറെ ലോകത്താണ്. അപ്പൊ സ്വാഭാവിക മരണം നടന്നവർ പോകുന്ന ഒരു തലത്തിലാണെങ്കിൽ ഈ സൂയിസൈഡ് ഡെത്ത് നടക്കുന്നത് പോകുന്നത് വേറെ തലത്തിലാണ്. ഞാൻ 24 അച്ഛനോട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാ തെമ്മാടി കുഴിയിൽ ഇടുന്നതെന്ന്. ഞാൻ ചോദിച്ചു, അതിന് കൃത്യമായ ആൻസർ കിട്ടിയില്ല. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ തെമ്മാടിക്കുഴിയായിട്ട് എന്താ ബന്ധം? തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞ്, അതായത് നമുക്ക് ദൈവികമായിട്ട് കിട്ടിയിട്ടുള്ള സോളിനെ നമുക്ക് സ്വയം അത് തീർക്കാൻ പാടില്ല, നമ്മളായിട്ടല്ല അവസാനിപ്പിക്കണം. സ്വാഭാവികമായിട്ട് മരിക്കണം. ഏതെങ്കിലും രോഗം വന്നോ അപകടം വന്നോ എങ്ങനെയെങ്കിലും മരിക്കണം. അതങ്ങനെയാണ് മരണം നടക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്വയം മരിക്കുമ്പോൾ അത് ആ സോള് പോകുന്നത് വേറെ തലത്തിലാണ്. അപ്പൊ അത് പള്ളി സെമിത്തേരിയിൽ അടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പള്ളി സെമിത്തേരിയിൽ തന്നെ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. മാറ്റി അങ്ങോട്ട് അവർക്ക് പിന്നെ ശുശ്രൂഷകളൊന്നുമില്ല. ഇപ്പൊ ഞാൻ സ്വാഭാവിക മരണം മരിച്ച അതൊരു പാപമല്ലേ ശുശ്രൂഷ കൊടുക്കാതിരിക്കുന്നത്? അതങ്ങനെയാണ് പണ്ട് നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ ആ അച്ഛൻ തന്നെ പറഞ്ഞു അതിനകത്ത് സോളുകളെ വിളിക്കാൻ പാടില്ലെന്ന്. എന്തിന് ഈ കപ്പൂച്ചിയൻ അച്ഛന്മാരും അതുപോലെ തന്നെ പ്രത്യേക വിഭാഗ അച്ഛന്മാരെ എക്സോറിസം പഠിപ്പിക്കുന്നുണ്ടല്ലോ റോമൻ കാത്തലിക് വിഭാഗത്തിൽ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞാന്ന്. അതൊക്കെ ഞാനന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു വേദിയിലൂടെ. മനസ്സിലായി. അത് തന്നെയാണ് നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ ലക്ഷ്യം. ഞാനത് ചോദിക്കാൻ എനിക്ക് സമയം തന്നില്ല. അച്ഛനോട് ഇത്രയും ഞാൻ ചോദിച്ചോളൂ, അപ്പോഴേക്കും വേറെ തർക്കങ്ങളിലേക്ക് പോയി. തെമ്മാടിക്കുഴിയിലുള്ള ആത്മാക്കളെ വെച്ചിട്ടാണോ ഇവര് ഈ ഇത്തരം ഈ പൂജകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ എക്സോസിസോ ഒക്കെ നടത്തുന്നത്? അല്ല. എക്സോറിസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വന്നൊരു വ്യക്തിയിൽ ഒരു ബാധയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ബാധയെ ഒഴിവാക്കുന്ന രീതിയാണ്. അപ്പൊ ആത്മാക്കളുമായിട്ട് ഇടപെടാം. അപ്പൊ ചിലപ്പോ ഈ ആത്മാവിനെ വെച്ചിട്ട് നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ അങ്ങനെ ചെയ്യുന്നവര് അത് ദുർമാന്ത്രികമാണ്. അത് അങ്ങനെയുള്ളവരുണ്ട്. അത് ഇത്തരം ആത്മാക്കളെ വെച്ചാണ് ചെയ്യുന്നത്. ഉണ്ട്. എന്റെ അടുത്ത് വന്നൊരു സ്ത്രീ, 63 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ദേഹത്ത് ഖാദർ എന്ന് പറഞ്ഞ ഒരാളുടെ
ശരീരത്തിൽ എൻ്റെ ഓഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഒഴിഞ്ഞു പോകുന്ന രംഗം എന്നോട് പറയുകയാണ്, ഞാൻ പിറവത്തുള്ള ഒരു സ്ത്രീയെ, ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ചിരുന്നു, അത് സാധിച്ചില്ല, അതിൻ്റെ വേദനയിൽ ഞാൻ ജീവൻ ഒടുക്കി തൂങ്ങി മരിച്ചതാണ്. ആ മരിച്ച കാദറിനെ ഒരു മുസ്ലിം മാന്ത്രികൻ്റെ അടുത്ത് ചെന്നിട്ട് ഭാര്യയ്ക്കെതിരെ അയച്ചിട്ട് അത് ഒഴിഞ്ഞു പോയത് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ്. കാദർ അവസാനം പറഞ്ഞു, എന്നെ ഒഴിച്ചുവിട്ടേക്ക്, എന്നോട് ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, വേറൊരാൾ എന്നെ മാന്ത്രികം മൂലം ഇവരുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചാണ്. ഈ സോള് സംസാരിക്കുന്നതാണ്. അങ്ങേക്ക് വിരോധം ഇല്ലെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ തരാൻ പറ്റുമോ? ഏതാ ഈ പറഞ്ഞ സോള് സംസാരിക്കുന്നത്? അയ്യോ, അത് നമ്മൾ എന്താണെന്ന് വെച്ചാലേ, അത് ഒരു വ്യക്തിയുടെ ശബ്ദമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കുക ആൾക്കാർ. അതുകൊണ്ട് ഞാൻ അവരോട് ശബ്ദം ചേഞ്ച് ചെയ്ത് കൊടുത്താലോ? പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ശബ്ദം ചേഞ്ച് ചെയ്ത് കൊടുത്താലോ? അത് നമുക്ക് പിന്നീട് എന്തെന്ന് വെച്ചാലേ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം BBC പോലും ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്, തെളിവുകളാണ് എല്ലാവരും ചോദിക്കുന്നത്. അടിയിൽ കമന്റ് ഇനിയിപ്പോൾ വരും അടിയിൽ. അപ്പം വേണമെങ്കിൽ അവർക്ക് പറയും, നിങ്ങൾ എന്നെ സംസാരിച്ചിട്ട് ശബ്ദം മാറ്റിയതാവുന്നല്ലോ. പക്ഷേ നമ്മുടെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു പാറ്റേണും വെച്ച് നോക്കുമ്പോൾ, അതായത് ഒരാളുടെ ഒരു ആത്മാവിനെ സന്വേഷിപ്പിക്കണമെങ്കിൽ അയാളുടെ ഒരു അസ്ഥികഷ്ണം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു മുടി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു നഖം കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് ആ ആത്മാവിനെ വേറൊരാളുടെ ശരീരത്തിലേക്ക് വിടാം. മന്ത്രിമാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരണമാണ്, ഒരാൾ മരിക്കാൻ വരെ കാരണമാവാം. അങ്ങനെ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു, ഞാൻ പറയുകയും ചെയ്തു. ഇപ്പൊ ഒരു വീട്, അവരുടെ വീഡിയോ, ചുറ്റുമുള്ള വീഡിയോ തന്ന എവിടെ എന്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് എൻ്റെ പെൻഡുലം വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ മാസം ഒരു കേസ് വന്നു, ആലുവ എന്ന് വന്നൊരു കേസാണ്. ഞാൻ പറഞ്ഞു, എടോ 5 എണ്ണം കിട്ടി, ഓക്കെ. അന്നത്തെ മാന്ത്രികം വന്നിട്ട് പറഞ്ഞു, അത് ഒഴിപ്പിച്ച ആള് പറഞ്ഞു ഇനി ഒന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു, വേറെ ഉണ്ട്. ഞാൻ പറയുന്ന ക്രിസ്റ്റൽ അവിടെ കുഴിച്ചിട്ടാൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞു. അയാൾ വിശ്വസിച്ചു, അത് ചെയ്തു. ഞാൻ പറഞ്ഞു, അപ്പോൾ അയാൾ പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, സാർ എവിടെ കുഴിച്ചിടണം? ഞാൻ പറഞ്ഞു, ആ വീഡിയോ തന്നെ. അപ്പോൾ ഫോട്ടോ തന്നേന്ന് പറഞ്ഞു. ആ ഫോട്ടോയിൽ 2-3 കമാനാകൃതിയിലുള്ള ഭാഗമുണ്ട് സിറ്റ് ഔട്ടിൽ. ഞാൻ പറഞ്ഞു, ഈ 1-ന്റെയും 2-ന്റെയും നടുക്ക് ഒരു വര വരച്ചിട്ട് ഇവിടെ കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അയാൾ ശനിയാഴ്ച കൊണ്ടുപോയി, ഞായറാഴ്ച കുഴിച്ചിടാൻ വേണ്ടി ഞാൻ കൊടുത്ത വെള്ളമൊക്കെ തളിച്ച് കുഴിച്ചപ്പോൾ ഇത്ര ഉള്ളൊരു കുപ്പി കിട്ടി. കുപ്പിയുടെ ഉള്ളിൽ ഭസ്മവും 2 തകിടും. അപ്പോൾ 6ാമത്തെ അവിടെ കിട്ടി. അത് അയാളുടെ യോഗമാണ്. അപ്പം ഞാൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ അത് കിട്ടി. എങ്ങനെ കിട്ടി? അപ്പോൾ ഇത് റിമോട്ട് വ്യൂയിങ് എന്ന് പറയും. ഇപ്പോൾ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് പഠിപ്പിച്ച ഹോസെ സിൽവ, ജോസ് സിൽവ എന്ന് എഴുതും, ഹോസെ സിൽവ എന്നാ പറയാം, അമേരിക്കക്കാരനാണ് അദ്ദേഹം. റിമോട്ട് വ്യൂയിങ്ങിനെ കുറിച്ചിട്ടൊരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു, രാജേഷ് ഭായിയുടെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് എന്തുണ്ട് എന്നൊരു വീഡിയോ കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ദർശിച്ചിട്ട് പറയും, നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് നിൽക്കുന്ന മാവിൻ്റെ ഇന്ന സൈഡിൽ ഒരു തകിട് കുഴിച്ചിട്ടുണ്ട്, പോയി തൊളാൻ പറയും, അവിടെ ഉണ്ടാവും സാധനം. ഇത് പോസിബിളാണ്. അതീന്ദ്രിയമായ ജ്ഞാനമുള്ളവർക്ക് ഇത് വളരെ ഈസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് നിത്യത്തൊഴിലായതുകൊണ്ട് അഭ്യാസമാണ്. നമ്മളിത് ഇത് ഇന്നും കിട്ടിയിട്ടുണ്ട്, ഇന്നലെയും കിട്ടിയിട്ടുണ്ട്, മിനിഞ്ഞാന്നും കിട്ടിയിട്ടുണ്ട്, നാളെയും കിട്ടും. അത് അത്ര ഉറപ്പാണല്ലേ? അത് കിട്ടും. നെഗറ്റീവ് എനർജി. അങ്ങേക്ക് ഇത്ര ഉറപ്പ് വരാൻ കാരണം എന്താണ്? ഉറപ്പ് വരാൻ കാരണം പല അനുഭവങ്ങളല്ലേ, 100 കണക്കിന് അനുഭവമാണ്. നിങ്ങളുടെ വീടിന്റെ പ്രശ്നം ഇന്ന ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ അവർ ചെന്ന് കുഴിക്കുമ്പോൾ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ അവരുടെ വീട്ടിൽ പോലും പോയിട്ടില്ല. അതാണ് അല്ലേ അങ്ങ് ഇത്ര ഇപ്പം എറണാകുളത്തുള്ള ഒരാള്, തിരുവനന്തപുരത്തുള്ള ഒരാളുടെ പ്രശ്നം. തീർച്ചയായിട്ടും എന്തായാലും അവിടെ ചെന്ന് രാത്രി ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. എത്രയോ പേര് ഞാൻ അതാണ് പറഞ്ഞത്, അവിടെ എന്തായാലും രാത്രി പോയി ചെന്ന് കുഴിച്ചിടാനുള്ള സാഹചര്യം ഇല്ല. എങ്കിലേ നമുക്ക് പറയാൻ പറ്റും ഇന്ന സ്ഥലത്തിന്. ഞാൻ റിമോട്ടായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, കുമാരനെല്ലൂര് ഒരു 40 തവണ അഭിചാരം ചെയ്ത കേസ്, അദ്ദേഹം അയച്ചു തന്ന ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം. ഈവൻ കുരിശ്, അമ്മ കുഞ്ഞിന്റെ രൂപം, മൃഗങ്ങളുടെ രൂപം, അതായത് മുച്ചൂട് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു മൃഗങ്ങൾ പോലും അവർ ജീവിച്ചിരിക്കാത്ത രീതിയിൽ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞു അവിടെ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. സാറേ 40 തവണ എടുത്തു. പൊടി വീടിന് ചുറ്റും പൊടി തളിച്ചുകൊണ്ട് പോയിട്ട് ആ പൊടി ലോഡ് മണ്ണിറക്കി കൊണ്ടുപോയി അവർ പുഴയുടെ സൈഡിൽ കൊണ്ടുപോയി തള്ളി, പൊടി ഇട്ടിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, 40 തവണ മാരണം ചെയ്യുക, ശുദ്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻ യു ഇമാജിൻ? ഐ വിൽ ഗിവ് യു ദ എവിഡൻസ്. അപ്പോൾ ആലോചിക്കുക, ഇത് ചെയ്തിട്ട് ലോഡ് മണ്ണ് കൊണ്ടുപോയി അവർ കളഞ്ഞെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മണ്ണിൽ ഇനിയും കിടപ്പുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോള് വന്നു, ഇറ്റ് വാസ് ദർ വേർ ദർ വാസ് നോ ക്യാമറ, CC ക്യാമറ ഇല്ലാത്ത ബാക്ക് യാർഡിൽ ദേ കിടക്കുന്ന 4-5 സാധനം വീണ്ടും. പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്നത്? ഞാനത് ആലോചിക്കുന്നത്, ഇങ്ങനെ ഉള്ളവരുള്ളതുകൊണ്ട് ഞാനൊക്കെ ജീവിച്ചു പോകും. കാരണം അതിനൊരു പവർ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് പോസിറ്റിവിറ്റിക്ക് പവർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈക്വലോ അതിലധികമായിട്ടുള്ള പവർ നെഗറ്റിവിറ്റിക്കും ഉണ്ട്.